എങ്കിലും 32-24 ഇതാണ് നില. കൃഷ്ണപ്രസാദ്, ഒരിടത്ത് കോൺഗ്രസ് ഉണ്ട്. ഇത് ഇന്ത്യയിലെ തൊഴിലാളികളുടെ വിജയമാണ്, ഇന്ത്യയിലെ കൃഷിക്കാരുടെ വിജയമാണ്. ഈ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമെന്ന് ഒരു ചെറിയ സംസ്ഥാനം തെളിയിച്ച് കാണിക്കുകയാണ്. നിങ്ങൾ തൊഴിലാളികൾ ഒരുമിച്ച് നിന്നാൽ, നിങ്ങൾ കൃഷിക്കാർ ഒരുമിച്ച് നിന്നാൽ കോൺഗ്രസ് അല്ല രാജ്യത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ശക്തി, മറിച്ച് അത് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ ഐക്യമാണ്. BJPയെ തോൽപ്പിക്കാൻ കഴിയും നമുക്ക് എന്ന ആത്മവിശ്വാസം കൊടുക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്താണ്. ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ BJPയും ഇടതുപക്ഷവും ഒരു സംസ്ഥാന തലത്തിലുള്ള ഭരണത്തിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നത്. അവിടെ BJP തോറ്റിരിക്കുന്നു. ആ BJPക്ക് 24 സീറ്റ് കിട്ടിയെന്നുള്ളത് അത്ഭുതം കാണേണ്ട കാര്യമല്ല. അവിടെ ഇല്ല. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ പരാജയം, ആ പരാജയം തുടങ്ങുകയാണ്. ഇത് 2019 തെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചേരും. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സൂചന. അതായത് ഇന്ത്യയിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഇടതുപക്ഷം ദേശീയ നേതൃത്വം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. ദേശീയ നേതൃത്വം കോൺഗ്രസിനല്ല നേതൃത്വം കൊടുക്കാൻ കഴിയുക, മറിച്ച് അത് ഇടതുപക്ഷത്തിനാണ്. ഇടതുപക്ഷം ഒറ്റയ്ക്കല്ല. 31 26 BJP, 0 അല്ല കോൺഗ്രസ് ഇല്ല. വേട്ട അവസാനിച്ചു എന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ശ്രീ പ്രകാശൻ മാസ്റ്റർ ദുർബലം കനത്ത തിരിച്ചടി, മണിക് സർക്കാരിനേറ്റ കനത്ത തിരിച്ചടി. ഇടതുപക്ഷം 16 സീറ്റിലേക്ക് ഒതുങ്ങുകയാണ്. 16 സീറ്റ്, സമയം 11:30 ആയിരിക്കുന്നു. മണിക് സർക്കാർ ഇപ്പോഴും പിന്നിലാണോ? മണിക് സർക്കാർ ധൻപൂരിൽ പിന്നിൽ എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ എത്തുന്നത്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു തുരുത്തുകൂടി ഇടതുപക്ഷത്തിന് നഷ്ടമാകുന്നു. അധികാരത്തിന്റെ തുരുത്ത് ഒന്നുകൂടി നഷ്ടമാകുന്നു. കേരളം മാത്രം ബാക്കി. കാൽ നൂറ്റാണ്ട് കയ്യിൽ കൊണ്ടു നടന്ന ത്രിപുരയും CPMന് നഷ്ടമായിരിക്കുന്നു. CPM എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള മാർക്സിസ്റ്റ് അല്ല എന്ന ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വാക്കുകളെ മനസ്സിരുത്തി ഗൌരവത്തോടെ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു സീറ്റ് പോലും ഇല്ലാത്തിടത്തു നിന്ന് 3-2 ഭൂരിപക്ഷം. ശൂന്യതയിൽ നിന്ന് അത്ഭുതം സൃഷ്ടിച്ച BJP മാജിക്കിൽ പകച്ചുപോയിരിക്കുന്നു രാജ്യത്തെ ഇടതുപക്ഷം. മഴക്കാലത്ത് മണ്ണിരെ ഒന്ന് കൊഴുത്തെന്ന് കരുതി ഈ മൂർഖം പാമ്പിന്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കരുത്.